ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഒരു കടുവണ്ണനെ കുറിച്ചാണ്. നല്ല മഞ്ഞപ്പൊടി, മുളക് പൊടി, ഗരം മസാലയൊക്കെ തേച്ച് നമുക്ക് ഗ്രില്ല് ചെയ്താലോ. കടുവണ്ണനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബോളിവുഡിലെ ഓപ്പൺ ഹൈമറാണ് നമ്മുടെ കടുവണ്ണൻ. 100 കോടിയിലും മേലെ ബഡ്ജറ്റുള്ള സിനിമ എടുത്ത് പൊട്ടിക്കുന്നതാണ് നമ്മുടെ കടുവണ്ണന്റെ ഹോബി. പിന്നെ ഈ സിനിമയുടെ കഥ പറയാന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. എന്നിട്ട് അത് വെച്ച ഫസ്റ്റ് പാർട്ടിൽ നമ്മുടെ കടുവണ്ണന്റെ ഗേൾ ഫ്രണ്ടിനെ കിഡ്നാപ്പ് ചെയ്യും, സെക്കൻഡ് പാർട്ടിൽ കടുവണ്ണന്റെ മോളെ കിഡ്നാപ്പ് ചെയ്യും, തേർഡ് പാർട്ടിൽ കടുവണ്ണന്റെ ചേട്ടനെ കിഡ്നാപ്പ് ചെയ്യും, ഫോർത്ത് പാർട്ടിൽ കടുവണ്ണന്റെ ഗേൾ ഫ്രണ്ടിനെ വീണ്ടും കിഡ്നാപ്പ് ചെയ്യും. ഈ പടങ്ങളിലുള്ള ആകെയുള്ള വ്യത്യാസം എന്നിട്ടാന്ന് വെച്ചാൽ ഓരോ പടം കഴിയുന്തോറും കടുവണ്ണൻ മുടി കുറച്ചിട്ട് താടി മീശും കൂട്ടി വരുന്നുണ്ട്. അതാണ് ആകെയുള്ള ചേഞ്ച്. കറുത്ത് മറകിട്ടിരിക്കുന്ന ഇവനാണ് അപ്പു, മറകില്ലാത്തവൻ അച്ചു. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? പിന്നെ കടുവണ്ണന്റെ ഈ 4 പടം ഉണ്ടല്ലോ, ആ 4 പടം റീമേക്ക് ആണ്. പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. പടത്തിന്റെ തുടക്കത്തിൽ കടുവണ്ണൻ ഒരു ടോറസ് ഇടിക്കും. അപ്പൊ കടുവണ്ണന്റെ കാറ് പറന്നു പോവും. അങ്ങനെ കടുവണ്ണൻ കടുവ അച്ചാറിട്ട പോലെയാവും. അപ്പൊ എന്നെ അങ്ങോട്ടൊരു ട്രെയിൻ വന്നിട്ട് കടുവണ്ണൻ ഇടിക്കും. നമ്മ വിചാരിക്കും കടുവണ്ണൻ 36 കഷ്ണം ഉണ്ടാവുന്നു, പക്ഷെ കടുവണ്ണന്റെ ബോഡിക്കൊന്നും പറ്റില്ല. പിന്നെ അവിടുത്തെ ഡോക്ടർമാര് നമ്മുടെ കടുവണ്ണനെ രക്ഷിക്കാൻ നോക്കും. അപ്പൊ നമ്മുടെ കടുവണ്ണൻ വേദന എടുത്തിട്ട് കിടന്ന് പെടയും. ആ പെടച്ചില് കാണുമ്പോ നമുക്ക് ചിരി വരും. പിന്നെ അവിടുത്തെ ഡോക്ടർ വന്നിട്ട് കടുവണ്ണന്റെ ചേട്ടനോട് പറയും കടുവണ്ണൻ ബ്രെയിൻ ഡെത്ത് ആയിട്ട് കോമയ്ക്ക് പോയിന്ന്. നിങ്ങൾ ചോദിക്കും ബ്രെയിൻ ഡെത്ത് ആയാണെങ്ങനെ കോമയ്ക്ക് പോവാന്ന്. കാരണം ഇതൊരു പേട്ടപ്പടാണ്, അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാവും. പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോ കോമയിലായിട്ടുള്ള കടുവണ്ണന് ബോധം വരും. എന്നിട്ട് ഒരു ടെറസിന്റെ മുകളിൽ കടുവണ്ണന്റെ ക്രഷിനെ ഓർത്തിട്ട് വലിച്ചിട്ട് കിളി പോയിട്ട് അവിടെ കിടക്കും. All the dreams like tingle stars, the tingle stars like glowing gems. പിന്നെ നമ്മുടെ കടുവണ്ണൻ സാഡായിരിക്കുന്ന സമയത്ത് ആ റോട്ടിൽ കൂടെ കുറച്ച് ആൾക്കാർ ഒരു അപ്പൂപ്പന്റെ ബോഡി പാട്ടേക്ക് കൊട്ടിയിട്ട് പോണ കാണും. അത് കാണുമ്പോൾ നമ്മുടെ കടുവണ്ണന് ദേഷ്യം കയറുക. എന്നിട്ട് അവിടുത്തെ ലൈൻ കമ്പി ഊരിയിട്ട് മൂപ്പര് അത് വെച്ചിട്ട് സിഗരറ്റ് വലിക്കും. നിങ്ങൾ മരണമാസാട്ടോ, നിന്റെ അത്ര ഇല്ലാട്ടോ. പിന്നെ നമ്മുടെ കടുവണ്ണൻ കഷ്ടപ്പെട്ടിട്ട് ബേസ് വോയിസ് പിടിച്ചിട്ട് നൈസായിട്ട് അവിടെയുള്ള ആൾക്കാരുടെ അടുത്ത് സംസാരിക്കും. ഞാൻ കോമഡി ഫീൽ ചെയ്യാതിരിക്കാൻ വേണ്ടി തന്നെയാ കട്ട ബാസിൽ സംസാരിക്കുന്നത്. നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ കോമഡി. പിന്നെ നമ്മുടെ കടുവണ്ണനെ അവിടെയുള്ളവന്മാർ ഇടിച്ചു കൂട്ടും. പിന്നെ കടുവണ്ണന്റെ ചേട്ടൻ ഇത് കാണും. എന്നിട്ട് കടുവണ്ണന് ഒരു മെന്റൽ ഡോക്ടറിന്റെ അടുത്ത് പോയിട്ട് ആ റോട്ടിൽ അവിടെ ആരും ഉണ്ടായില്ല, ഇവൻ എന്തിട്ടാണൊക്കെ കാട്ടി കൂട്ടി എന്ന് പറയും. അപ്പൊ നമ്മുടെ ഡോക്ടർ പറയും കടുവണ്ണന് പ്രാന്താന്ന്. അപ്പൊ നമ്മുടെ കടുവണ്ണൻ ഡോക്ടറെ തുണി പൊക്കി കാണിക്കും. പിന്നെ നമ്മുടെ കടുവണ്ണൻ ക്രഷിനെ അന്വേഷിച്ച് പോവും. അപ്പൊ ക്രഷ് പാടായി എന്നുള്ള കാര്യം അറിയും. ഈ കാര്യം അറിയുമ്പോൾ നമ്മുടെ കടുവണ്ണൻ കല്ലറയിൽ കിടന്ന് കരയും. ആ കരച്ചില് കാണുമ്പോൾ നമുക്ക് ചിരി വരും. ചിരിക്കരുതേ. പിന്നെ കടുവണ്ണനെ ഒന്ന് ഹാപ്പി ആക്കാൻ കടുവണ്ണന്റെ ചേട്ടൻ ഒരു ഫ്രീക്ക് ചേച്ചീനെ കടുവണ്ണന്റെ അടുത്തേക്ക് അയക്കും. എന്നിട്ട് കടുവണ്ണൻ അവളോട് പാത്രം കഴുകാൻ പറയും. പിന്നെ കടുവണ്ണൻ അവളെയും വിളിച്ച് ബീച്ചിക്ക് പോവാം. എന്നിട്ട് കടുവണ്ണന്റെ പഴയ ഫ്ലാഷ് ബാക്ക് ഓർക്കും. കടുവണ്ണൻ പഴയ നേവിക്കാരനാണ്. പിന്നെ കടുവണ്ണനെ കാണിക്കുന്ന സമയത്ത് ഒരു ഹെലികോപ്റ്റർ ഉണ്ട്. 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേര് വരെ പറയും അത് VFX ആണ്. പിന്നെ നമ്മുടെ കടുവണ്ണൻ നേവി ഓഫീസറാണ്. ഇങ്ങനെ കരയിലെ ഗുണ്ടകളെ പിടിക്കുന്നതാണ് നമ്മുടെ കടുവണ്ണന്റെ പരിപാടി. ഒരു ദിവസം ഒരു ഗുണ്ടനെ പിടിക്കാൻ പോകുന്ന സമയത്ത് ഒരു പെണ്ണിന്റെ ഐഫോൺ എടുത്തിട്ട് കടുവണ്ണനെ എറിയും. അങ്ങനെ ആ ഫോൺ കേടാവും. പിന്നെ നമ്മുടെ കടുവണ്ണനെ കാണുമ്പോ എന്നെ മറ്റേ പെണ്ണിന് ക്രഷ് അടിക്കും. പിന്നെ കടുവണ്ണൻ ഫോൺ കൊടുക്കും അവൾക്ക്, കടുവണ്ണന്റെ ഫോൺ. അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം കടുവണ്ണൻ ബാറി വെച്ച് വെള്ളടിക്കുന്ന സമയത്ത് കുറച്ച് ഗുണ്ടകൾ കടുവണ്ണനെ തല്ലാൻ വരും. കടുവണ്ണൻ അവന്മാരെ കിടിച്ചു കൂട്ടുക. എന്നിട്ട് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അവിടുത്തെ ഡോക്ടർ കടുവണ്ണന്റെ ക്രഷാണ്. അത് കഴിഞ്ഞിട്ട് കടുവണ്ണന്റെ ക്രഷ് വന്നിട്ട് എന്തിനാ ആൾക്കാർ തല്ലണേന്ന് പറഞ്ഞ് ഉപദേശിക്കും. ഇതെവിടെയോ ഞാൻ കണ്ടിട്ടില്ല. ഇത് തെരിയിലെ സീനല്ലേ? പിന്നെ ഒരു ദിവസം കടുവണ്ണന് ക്രഷും കൂടി വൈബ് ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് കുറച്ച് ആൾക്കാർ വന്നിട്ട് തല്ല് കൂടും. അപ്പൊ കടുവണ്ണൻ അവന്മാരെ തല്ലാൻ പോണ സമയത്ത് കടുവണ്ണൻ അവർ ഗൺ പോയിന്റ് ചെയ്യും. ഇപ്പോഴാണ് ഒരു എപ്പിക് മലങ്കൾട്ട് സീൻ വരുന്ന. ബോളിവുഡിൽ മാത്രം ഇങ്ങനത്തെ സീൻ കാണാൻ പറ്റുള്ളൂ. बहुत अच्छा है, अच्छा है, अच्छा है, बहुत अच्छा है सर.
പിന്നെ നമ്മുടെ കടുവണ്ണൻ അവന്മാരെയൊക്കെ ഇടിച്ചു കൂട്ടും. അങ്ങനെ ഫ്ലാഷ് ബാക്ക് തീരും. പിന്നെ നമ്മുടെ കടുവണ്ണൻ ക്രഷിന്റെ കല്ലറ കാണിക്കാനായിട്ട് ചേട്ടനെയും കൂട്ടിക്ക് പോകും. അപ്പൊ അവിടെ കല്ലറ കാണാനില്ല. അപ്പൊ അവിടെയുള്ള ഒരു ഡാഗിനി അമ്മമ്മയോട് ഇവിടെ ഒരു കല്ലറ ഉണ്ടായില്ല, അത് എവിടെ പോയെന്ന് ചോദിക്കുമ്പോ നിനക്ക് പ്രാന്താണോടാ എന്ന് ചോദിക്കും. അപ്പൊ കടുവണ്ണന് പ്രാന്താവും. ഇതാ പറഞ്ഞത് അച്ചായ മണ്ടനാണെന്ന്. പിന്നെ നമ്മുടെ കടുവണ്ണൻ ഫ്രീക്ക് ചേച്ചിനെയും കൊണ്ട് ഒരു സ്ഥലത്തേക്ക് പോകും. അപ്പൊ അവിടെയുള്ള ഒരു കോഴിക്കൂട്ടൻ ഫ്രീക്ക് ചേച്ചിയുടെ കോഴിത്തരം കാണിക്കും. അപ്പൊ നമ്മുടെ കടുവണ്ണൻ അവൻ ഇടിച്ചു കൂട്ടും. അത് കാണുമ്പോൾ നമ്മുടെ ഫ്രീക്ക് ചേച്ചിക്ക് നമ്മുടെ കടുവണ്ണനോട് ക്രഷ് അടിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫ്രീക്ക് ചേച്ചി തേക്കപ്പെട്ട സുന്ദരിയാവും. തേക്കപ്പെട്ട സുന്ദരി ദാമോദരൻ പിള്ളൈ കേരള തലയിൽ 2 മുല്ലപ്പൂവും കൂടി വെച്ചെങ്കിൽ സെറ്റായേനെ. പിന്നെ നമ്മുടെ കടുവണ്ണനും ഫ്രീക്ക് ചേച്ചിയും സെറ്റാവും. പിന്നെ നമ്മുടെ കടുവണ്ണനും ക്രഷും കൂടി വൈബ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ കടുവണ്ണന് പഴയ ക്രഷുള്ള വീട് ഓർമ്മ വരും. എന്നിട്ട് ആ വീട്ടിൽ പോയി നോക്കുമ്പോൾ കുറച്ച് ഹെൽമെറ്റ് വെച്ചിട്ട് കുറച്ച് ആൾക്കാർ വരും. എവിടെയോ വെച്ച കണ്ട പരിചയമുണ്ട്. നിങ്ങൾ കട്ടോ, പക്ഷെ ഞാൻ കക്കുന്നില്ല എന്ന് പറഞ്ഞോണ്ട് കക്കരുത്. പിന്നെ ഹെൽമെറ്റ് വെച്ച ആൾക്കാർ നമ്മുടെ കടുവണ്ണനെ അടിച്ചൊരു പരുവാക്കും. എല്ലാരും കൈവച്ചല്ലോ, ഇനി ആർക്കും പരാതിയില്ലല്ലോ. കുണ്ടി കടക്കാമയാ. പിന്നെ നമ്മുടെ കടുവണ്ണന്റെ വീട്ടിൽ കടുവണ്ണനും ക്രഷായിട്ടുള്ള ഫോട്ടോ കാണും. അത് കാണുമ്പോൾ നമ്മുടെ കടുവണ്ണനെ അന്വേഷിക്കുമ്പോഴാണ് മനസ്സിലാവണേ നമ്മുടെ കടുവണ്ണന്റെ ക്രഷിന് കിഡ്നാപ്പ് ചെയ്തേക്കുന്നത് എറിച്ചു വെട്ടുകാരന്റെ ടീമാണ്. പിന്നെ നമ്മുടെ കടുവണ്ണന് മനസ്സിലാവും ഫ്രീക്ക് ചേച്ചിനെ എറിച്ചു വെട്ടുകാരുടെ ടീം അയച്ചതാണ്. പിന്നെ അങ്ങോട്ട് കുറച്ച് ആൾക്കാർ കടുവണ്ണനെ അറ്റാക്ക് ചെയ്യാൻ വരും. അപ്പൊ ഫ്രീക്ക് ചേച്ചി നമ്മുടെ കടുവണ്ണനെ രക്ഷിക്കും. എന്നിട്ട് പറയും കടുവണ്ണനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതറിയുമ്പോൾ നമ്മുടെ കടുവണ്ണന് ആകെ സാഡാവും. പിന്നെ നമ്മുടെ കടുവണ്ണൻ പഴയ ക്രഷിന്റെ കല്ലറ തുറന്നു നോക്കാനായിട്ട് പോവും. അപ്പൊ അതിലൊന്നും ഉണ്ടാവില്ല. ഇനി നമ്മുടെ എറിച്ചുവെട്ടുകാരുടെ ഫ്ലാഷ് ബാക്ക് ആണ്. എറിച്ചുവെട്ടുകാരന്റെ ക്രഷ് നമ്മുടെ കടുവണ്ണന്റെ ക്രഷിന്റെ അതേ മുഖമാണ്. ഇവരുടെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവരുടെ മെയിൻ പരിപാടി എന്നിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വെട്ടുന്ന തുണ്ട 2 പാർട്ടീസാ. അതെ, ഞങ്ങൾ ഇറച്ചി വെട്ടുകാരാ. ഒരു ദിവസം എറിച്ചുവെട്ടുകാരനും ക്രഷും കൂടി എറിച്ചു വെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എറിച്ചുവെട്ടുകാരന്റെ ക്രഷ് പടാവും. അപ്പൊ എന്നെ അതേ മുഖമുള്ള കടുവണ്ണന്റെ ക്രഷിനെ കാണും. അപ്പൊ എന്നെ അവളെ അങ്ങ് കിഡ്നാപ്പ് ചെയ്യും. പിന്നെ നമ്മുടെ കടുവണ്ണൻ ക്രഷിനെ രക്ഷിക്കാനായിട്ട് എറിച്ചുവെട്ടുകാരുടെ അടുത്തേക്ക് പോകും. അവര് നമ്മുടെ കടുവണ്ണനെ കെട്ടിയിട്ട് ഷോക്ക് അടിപ്പിക്കും. പക്ഷെ കടുവണ്ണന് ഒന്നും പറ്റില്ല. പിന്നെ നമ്മുടെ കടുവണ്ണൻ എറിച്ചുവെട്ടുകാരന്റെ കയ്യിൽ നിന്ന് ക്രഷിനെ രക്ഷിക്കും. പിന്നെ എറിച്ചുവെട്ടുകാരൻ തലയിൽ കുരിശ് വീണ് പടാവും. അങ്ങനെ പടം കഴിഞ്ഞ് പിന്നെ നമ്മുടെ കടുവണ്ണൻ ക്രഷിന്റെ കൂടെ ഡാൻസ് കളിക്കാൻ പോവും. മണ്ടനാണോ അതോ പൊട്ടനാണോ, തോൽവിയാണോ അതോ വാഴയാണോ?